ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ജോലിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹമ്പിൽ. എനിക്ക് ആറ്റിങ്ങൽ ടൗണിൽ തന്നെയാണ് സ്ഥിരമായിട്ട് റൂട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആറ്റിങ്ങൽ ഫുൾ സിറ്റിയിൽ സിഗ്നലിൻ്റെ അവിടെയൊക്കെയാണ്. ജോലി കഴിഞ്ഞ് ഞാൻ നേരെ യാസിയുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ടാണ് വന്നത്. വീട്ടിൽ പോയില്ല. വീട്ടിൽ പോയിട്ട് പിന്നെയും തിരിച്ച് വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയില്ല. ഫോണിനാണെങ്കിൽ ഒട്ടും ചാർജില്ല കേട്ടോ. എൻ്റെ 2-3% ചാർജേ ഉള്ളൂ. എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ 2 വീഡിയോ എടുത്ത് എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട്. വെയിൽ കൊണ്ട് കരിഞ്ഞൊരു പരുവായി ഞാൻ. പിന്നെ ഇന്ന് കാർത്തികയായിരുന്നു കേട്ടോ. ഞാൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീട്ടിൽ കിഴങ്ങ് മേടിച്ചു. ചേമ്പ്, ചേന, കാച്ചിൽ, ചീനിക്കിഴങ്ങ് എല്ലാം കൂടി മേടിച്ച് കൊണ്ടുവന്ന് അവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയണേ. ചെറിയ ഉള്ളിയും കാന്താരി മുളക്, കഷ്ണം പുളി, പിന്നെ മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് കറക്കി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി എരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ രാത്രിയത്തെ ഫുഡ് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് യാസിയുമായി കഴിച്ചു. പിന്നെ ഇതും ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ പുട്ട് കൊണ്ടുപോയത് ഞാൻ കൊണ്ടുവന്ന് ഞാനും ചായ ഇട്ട് കഴിച്ചായിരുന്നു. പിന്നെ നമ്മളിതായത് അവിച്ച് നമ്മൾ 3 പേരും കൂടി കഴിച്ചു. ഞാൻ എന്താ ഒരു ചീനിക്കിഴങ്ങിൻ്റെ കഷ്ണം എടുത്ത് ഞാനും കഴിച്ചു. പിന്നെ ഉമ്മായും അവനും കൂടി ഇരുന്ന് കഴിച്ചു. എരിയാണെങ്കിൽ യാസി ആ പുളിയും മുളകും തിന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എരിയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നാ, സീരിയൽ ഇട്ടിരിക്കുകയാണ് ചെമ്പരത്തി. അതിങ്ങനെ സീരിയലില്ലാതെ ഒരു രക്ഷയില്ല ഉമ്മാക്ക്. അത് കട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അന്ന് സ്റ്റാർ ഇട്ടില്ലായിരുന്നാ, 2 സ്റ്റാർ ഇട്ടതിൽ 1 സ്റ്റാർ കത്തുന്നില്ല കേട്ടോ. 1 സ്റ്റാർ കത്തി. അണ്ടേ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പം ശരി, ഓക്കെ, ബൈ ബൈ. വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.